വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷായ ചക്കക്കൂഞ്ഞ് റോസ്റ്റ് ആണ്. ആദ്യം തന്നെ ചെറിയ 7 പീസ് ചക്കക്കൂഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ ക്യൂബ് രൂപത്തിൽ അരിഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 30 ചക്കക്കുരുവും വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടിലേക്കും 1/4 ടീസ്പൂൺ വീതം ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടും സെപ്പറേറ്റായി ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായി ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ചെറിയ അരമുറി തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇനി മസാല തയ്യാറാക്കാനായി ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് കീറിയത്, 2 വറ്റൽമുളക് മുറിച്ചത്, 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 1/4 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടു വരുമ്പോൾ 2 സവാള ക്യൂബായി അരിഞ്ഞത് കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ചക്കക്കുഞ്ഞും വേവിച്ചു വെച്ച് ചക്കക്കുരുവും ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ച കൂട്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 തണ്ട് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യാം.
1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റിന്റെ പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുഞ്ഞ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് ഒരു ബീഫ് റോസ്റ്റിന്റെ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ഡിഷാണിത്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.